അതിതീവ്രമായ വിശ്വാസ തീഷ്ണതയിൽ നിന്നുമാണ് ഓരോ ദൈവവിളിയും ഉടലെടുക്കുന്നത്. ഓരോ ദൈവവിളിയുമാണ് തിരുസഭയിലെ ഓരോ പ്രവർത്തന മേഖലകളെയും ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത്. സഭയുടെ കാര്യങ്ങളിൽ മാത്രമല്ല, സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയും ഏറെ സംഭാവനകൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയുടെ അഭിമാനമായ വികാരി ജനറലായും വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിൻ്റെ മാനേജറായും നിറ്റ്സിൻ്റെ പ്രസിഡൻ്റായും KCBC കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ഡെലിഗേറ്റായും KRLCC കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ പ്രതിനിധിയുമായി സേവനം അനുഷ്ഠിക്കുന്ന റൈറ്റ് റവറൻ മോൺസിഞ്ഞോർ G. ക്രിസ്തുദാസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം അച്ഛ. അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ കൂടുതൽ പ്രകടമാകുന്നത് എങ്ങനെയാണ്? ഒരു ദൈവവിളിയിലൂടെയാണെന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. ആ ദൈവവിളിക്ക് ആധാരം കുടുംബം തന്നെയാണോ? ഇത് പറയുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുള്ളതാണ് എൻ്റെ കുടുംബം എന്ന് പറയുക. എൻ്റെ പിതാവ് വലിയൊരു ദൈവവിശ്വാസിയും എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കുന്ന ഒരാളും, അതോടൊപ്പം സമൂഹത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പിന്നെ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അതോടൊപ്പം എൻ്റെ അമ്മ വളരെ പാരമ്പര്യമുള്ള ഒരു വിശ്വാസ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 8 മക്കളാണ്. ഞങ്ങൾ പിന്നെ ആദ്യത്തെ ആളാണ് ഞാൻ, അവസാനത്തെ ആളാണ്. എൻ്റെ സഹോദരി ഇളയതാണ്. പിന്നെ അടുത്ത 4 പേര് സഹോദരികളായിട്ടുണ്ട്. അങ്ങനെ 8 മക്കളാണ്. ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച് അങ്ങേയറ്റം പിന്നെ വളർത്തിയ ഒരു കുടുംബമായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ കുടുംബം. ഞങ്ങളുടെ 8 മക്കൾക്കും സന്തോഷമുള്ള ഒന്നാണ്. എൻ്റെ പിന്നെ മാതാപിതാക്കൾക്ക് 2 കാര്യങ്ങൾ. ഒന്ന് വിശ്വാസം, പ്രാർത്ഥന, അതോടൊപ്പം പഠനം, മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങൾ. ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് അവർ തന്നെയാണ്. കാരണം അവർ ഇത് തന്നെ ആയിരുന്നുകൊണ്ടാണ്. അതോടൊപ്പം അപ്പൻ പിന്നെ ഇടവകയിൽ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു മതാധ്യാപകനായിരുന്നു. അന്ന് ഞങ്ങളുടെ മുള്ളോട് ഇടവകയാണ് എൻ്റെ. ഇപ്പോഴത്തെ സബ്സ്റ്റേഷനായിട്ട് ഡിവൈഡ് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു. പുത്തങ്കട ഇടവകയായിട്ട് വന്നു. ഒരു പഴയട പിന്നെ ഇത് വിശുദ്ധ ഫ്രാൻസിൻ്റെ ഇടവയിലേക്ക് പിന്നീട് ഇപ്പോഴും വന്നു. ഞങ്ങളുടെ വീട് അവിടെ അടുത്താണ്. 3 കിലോമീറ്റർ കൊണ്ട് മുള്ളോളം പോകാനായിട്ട്. എൻ്റെ അപ്പൻ ഒരു മതാധ്യാപകനായിരുന്നു. അതോടൊപ്പം വിൻസെൻ്റ് പോൾ സൊസൈറ്റി മുള്ളൂർ തുടങ്ങിയപ്പോൾ 68 ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്നത് എൻ്റെ പിതാവാണ്. എൻ്റെ ഗബ്രിയേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ എല്ലാം സജീവമായിട്ട് ഞങ്ങളെ വളർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതോടൊപ്പം അപ്പനെപ്പോഴും ഈ അധ്യാപകനായിരുന്നുകൊണ്ട് അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ. ആ ഗ്രാമപ്രദേശത്തിൽ ആൾക്കാർ ഞാൻ വരുമ്പോൾ അപേക്ഷ എഴുതി കൊടുക്കുക, അവർക്കൊക്കെ സഹായങ്ങൾ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ സഹായത്തിൽ ഇതെല്ലാം ഞങ്ങൾ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പാരമ്പര്യമുള്ള ഒരു കുടുംബം ആണ് അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പിന്നെ അവിടെ അമ്മയുടെ പിതാവ് ആൻ്റണി ഉപദേശി മുള്ളോള പള്ളിയിൽ 57 വർഷക്കാലം ഉപദേശിയായിരുന്നു. അദ്ദേഹം ജനിക്കുന്നത് 1871 ജനിച്ച് 1961 അദ്ദേഹം മരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ചെറിയ ഓർമ്മ മാത്രമേ എനിക്ക് ചെറിയെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം ഞാൻ വീടുകളിൽ പോകുമ്പോഴും പിന്നെ എന്നെ കൂടെ കൊണ്ടുപോകും. ആ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ 50 ജനിച്ച എനിക്ക് കുറച്ച് ചെറിയ പ്രായം, അങ്ങനെ എനിക്ക് ചെറിയ ഓർമ്മകൾ അദ്ദേഹത്തെ പറ്റിയുണ്ട്. പിന്നെ അങ്ങനെ ആ ഓർമ്മ ഇങ്ങനെ ഉണ്ട്. അതോടൊപ്പം അമ്മയുടെ അപ്പൻ്റെ അപ്പൻ ശബരിമുത്തൻ എന്ന് പറയുന്ന അദ്ദേഹം 26 വർഷക്കാലം മുള്ളുവയുടെ ഉപദേശിയായിരുന്നു. എന്ന് പറഞ്ഞൊരു 100 വർഷക്കാലത്തോളം ഇവർ ആ 2 പേരും കൂടെ ആ ഇടവയിൽ. അതുകൊണ്ടായിരിക്കാം മുള്ളുവളയിൽ 2 പേരെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതിവർ 2 പേരെയാണ്. ശബരിമുത്ത് ഉപദേശിച്ച് 26 വർഷമായിരുന്നു അദ്ദേഹം. അവിടെ ആന്റണി ഉപദേശിച്ച് 57 വർഷക്കാരൻ ഉപദേശിച്ചാൽ അവർ 2 പേരാണ് മുള്ളുവള പള്ളിയുടെ അടുത്ത് അടക്കം ചെയ്തത്. പള്ളിയുടെ അടുത്ത് വേറെ കല്ലറകളൊന്നും ഇല്ല. അങ്ങനെ എല്ലാ തരത്തിലും എൻ്റെ പിതാവും മാതാവും നല്ല വിശ്വാസ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ അതിൽ തന്നെ അവർ അങ്ങേറ്റം വളർത്തി എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവിടെ പാവപ്പെട്ടവർക്ക് അവരിതൊക്കെ അപേക്ഷ എഴുതി കൊടുക്കാനും അവരുടെ പഞ്ചായത്തിന് മറ്റൊക്കെ സഹായം കൊടുക്കുക, അതെല്ലാം നമ്മൾ ഇങ്ങനെ കണ്ട് വരുന്ന ഒന്നാണ്.
അത് ഞങ്ങൾ ഈ മതബോധന ക്ലാസ്സിലും എല്ലാം തന്നെ ഞങ്ങളെ നന്നായിട്ട് അയക്കുമായിരുന്നു, ഇവിടെ കൊണ്ടുപോകായിരുന്നു. അപ്പം ഞാൻ ഈ തിരുവാല സഖ്യം എന്ന് പറഞ്ഞ ഒന്നിൽ അംഗമായിരുന്നു. അത് ശനിയാഴ്ച ദിവസങ്ങളാണ്. ഇന്ന് ലിറ്റിൽ വേ എന്ന് പറയും, അന്ന് തിരുവാല സഖ്യമാണ് അന്ന്. അപ്പോൾ അതിന് ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഇവിടെ നിന്ന് 3 കിലോമീറ്ററുള്ള പള്ളിയിൽ പോകാനായിട്ട് കൂട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഞാൻ അച്ഛൻ വികാരിച്ചൻ എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ജ്ഞാനസ്നാനം തഴുകുന്നത് എനിക്ക് അഭിമാനമുള്ളതെന്ന് തിരുവനന്തപുരം രൂപയുടെ മോൺസിഞ്ഞോറും അഡ്മിനിസ്ട്രേറ്ററുമായിരുന്ന മോൺസിഞ്ഞോർ മാർക്ക് നെറ്റ് അച്ഛനാണ് എനിക്ക് ജ്ഞാനസ്നാനം തരുന്നത് 50 കിട്ടുന്നത്. ഞാൻ ജനിക്കുന്ന 50 ജനുവരി 14 അത് കഴിഞ്ഞാണ് എനിക്ക് ജ്ഞാനസ്നാനം തരുന്നത്. അത് കഴിഞ്ഞ് അഭിമാനമുണ്ട് മോൺസിഞ്ഞോർ എസ് തോമസ് അച്ഛനാണ് എനിക്ക് ആദ്യമായിട്ട് ദിവ്യകാരനെ എനിക്ക് നൽകുന്നത് അതെയാണ്. അതോടൊപ്പം സെമിനാരിൽ അയക്കുന്നത് മോൺസിഞ്ഞോർ എ ജെയിംസ് ആണ്. ഒത്തിരിയേറെ ജനങ്ങളെ സ്നേഹിക്കുകയും അതോടൊപ്പം അവർക്ക് പാവപ്പെട്ടവരെ എല്ലാ അർത്ഥത്തിലും ഉയർത്തിയെടുക്കുകയും ചെയ്ത വലിയൊരു മനുഷ്യനാണ്. ഇവരെല്ലാവരും അത് തന്നെയാണ്. ജെയിംസ് അച്ഛൻ പ്രത്യേകിച്ച് തീരെ പാവപ്പെട്ടവരുടെ കൂടെ ആയിരക്കണക്കിന് യുവതിയുവാക്കളെയും മറ്റു കുട്ടികളെയൊക്കെ ഉയർത്തുന്നതിനും വേണ്ടി അദ്ദേഹമാണ് എൻ്റെ സെമിനാരിൽ അയക്കുന്നത്. ഒരു വലിയൊരു സംഭവമുണ്ട് എനിക്ക്. അതായത് ഞങ്ങൾ തിരുവാല സഖ്യം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പഴയൊരു മേടയിൽ, ഇന്നത്തെ മേടയിൽ പഴയ മേടയിൽ ഒരു പുളിച്ചു മാവുണ്ടായിരുന്നു. പുളിച്ചു മാവെന്നാണെന്ന് പറയുന്നു. അപ്പോൾ ഇന്നും പറയുമായിരിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞങ്ങൾ ചെന്ന് മാങ്ങ എറിയും. അച്ഛൻ നോക്കി നിൽക്കും, ഞങ്ങളുടെ കൂടെയൊക്കെ നിൽക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ മാങ്ങ എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അച്ഛനെ അങ്ങ് വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ 7ാം ക്ലാസ് പൂർത്തിയായി അവധി സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങനെ സെമിനാരിൽ പോകാമെന്ന് ചോദിച്ചു. എനിക്ക് വാസ്തവത്തിൽ എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്നത്. ഞാൻ വീട്ടിൽ പോയി ചോദിച്ചു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, കാരണം അവരുടെ പാരമ്പര്യം അതല്ലേ. പിതാവിനും തീർച്ചയായിട്ടും പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഒന്ന്. രണ്ടാമതായിട്ട് ഞങ്ങളുടെ മക്കളോട് അദ്ദേഹം പറയുന്ന ഒന്നുണ്ട്, ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യുക. അത് എൻ്റെ പിതാവ് പറയുന്ന എപ്പോഴും അതാണ്, ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യുക, മറ്റുള്ളവരാരെയും തന്നെ ആവശ്യമില്ലാതെ ദ്രോഹിക്കരുത്. ഇതാണ് അത് അന്നും ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ചെയ്യാൻ പറ്റുന്ന നന്മ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യുക, അത് മറ്റുള്ളവരാവശ്യം ദ്രോഹിക്കരുത്. ഇതാണ് പറയാം. അവിടെയാണ് എൻ്റെ ദൈവങ്ങളുടെ തുടക്കമായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഞാൻ ശരിക്ക് ഇത് നേരത്തെ രൂപതാധ്യക്ഷൻ അപ്പം വിൻസൻ സാമുവൽ പിതാവ് ഞാനും ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയവരാണ്. 8ാം ക്ലാസ് തുടങ്ങുന്നവരാണ്. 1964 മെയ് 30 ഞങ്ങളുടെ ഒരുമിച്ച് ഞങ്ങൾ തുടങ്ങി ഒരുമിച്ച് ഓർഡിനേഷൻ സ്വീകരിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ 64 മെയ് 30 ഞങ്ങൾ സെമിനാരി ചേർന്നു. ഇന്നത്തെ ജൂബിലി ഹോസ്പിറ്റലാണ് ഇന്നത്തെ സെൻറ്റ് വിൻസെൻ്റ് സെമിനാരി. അവിടെ കയറുന്നു. ഞങ്ങൾ 8ാം ക്ലാസ്സിൽ അങ്ങോട്ട് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഞങ്ങൾ അവിടെ പഠിക്കുന്നത്. പിതാവും ഞാനും 64 മെയ് 30 സെമിനാരി കയറുന്നു. 8ാം ക്ലാസ് വരെ ഞങ്ങൾ പഠിക്കുന്നു. പഠിച്ച് അവസാനം 69 ഞങ്ങൾ ആലുവ സെമിനാരിലേക്ക് പോകുന്നു. 75 ഡിസംബർ 19 പാളയത്ത് വെച്ച് ഞങ്ങൾ 3 പേര്, വിൻസെൻ്റ് സാമുവൽ പിതാവ്, ജസ്റ്റിൻ അലക്സ് എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പഠിച്ചു വന്ന ഒരാൾ. അദ്ദേഹം ഒരു 4 വർഷം മുമ്പ് ക്യാൻസറായിട്ട് മരിച്ചു. നല്ലൊരു പ്രഭാഷകനും അനുഗ്രഹവൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം മരിച്ചു. പിതാവ് ഞാനും ഞങ്ങൾ 3 പേരാണ്. ഞങ്ങൾ പെരേര, ബിഷപ്പ് പെരേര, പീറ്റർ ബെർണാഡ് പെരേരെന്ന് ഞങ്ങൾ ഓർഡിനേഷൻ സ്വീകരിക്കുന്നു. പാളയത്ത് വെച്ച് 3 പേരും കൂടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അതിനുശേഷം ഞാൻ പ്രയാണം ചെന്ന് ഇപ്പോൾ ഒരുമിച്ച്. അപ്പോൾ ഇത് അതോടൊപ്പം ഇന്നിപ്പോൾ ഞാൻ 49 വർഷം വൈദികത്തിൽ പൂർത്തീകരിക്കുകയാണ്. പൂർത്തീകരിച്ച ശേഷം 50ലേക്ക് ഡിസംബർ ആകുമ്പോൾ പൂർത്തിയാകുന്നു, 50ലേക്ക് പ്രവേശിക്കും. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, ഇതുപോലൊരു അനുഗ്രഹീതമായ ജീവിതം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഒത്തിരിയേറെ വൈദിക ജീവിതം അഭിമാനത്തോടെ കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വൈദ്യരോട് ഭയങ്കര സ്നേഹവും ആദരവും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരോടും ഓരോരുത്തരും ഓരോ ലെവലിൽ വളരെ ഭംഗിയായിട്ട് രൂപതയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അതിപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും, അപ്പോൾ ഞാൻ അതിൽ നന്നായിട്ട് ഇടപെടും. അങ്ങനെ കാരണം വികാരി നന്നായിട്ട് ഇടപെടുന്നു. പിന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രശ്നം ഇടവേൽ വന്നാലും അതോടൊപ്പം രൂപതയിൽ വന്നാലും അവിടെ ഇടപെടും. അത് ചർച്ചയിലൂടെ അത് സ്വീകരിക്കുന്ന സമീപനത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഇട്ട് കൊഴിക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു രീതിയായിട്ട് സമീപനമായിട്ട് സ്വീകരിക്കുക. അങ്ങനെ
മുന്നോട്ട് പോകുന്നു. ഒരു അഭിമാനത്തോടെ വൈദികത്തിൽ ഞാൻ നിൽക്കുന്നു. അച്ഛാ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൈവവിളികൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതെ. ഈ ദൈവവിളികൾ കുറയാൻ കാരണം ഒരു പക്ഷെ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം കൊണ്ടാണോ, അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള വളരെയധികം ഹൈടെക് ആയിട്ടുള്ള പുരോഗതി കൊണ്ടാണോ, അതോ ഫോണുകൾ കുട്ടികൾ ധാരാളമായി ഉപയോഗിച്ച് ബ്രെയിനെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, അതുകൊണ്ടാണോ ഈ ഒരു ദൈവവിളി നമ്മുടെ മക്കളിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നത്? ഇത് പറയുമ്പോഴും ഒത്തിരിയേറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പം എനിക്ക് 75 വയസ്സ് പൂർത്തിയാകാൻ പോവുകയാണ്. അടുത്ത ജനുവരി 14 എനിക്ക് 75 വയസ്സ് പൂർത്തിയാകുകയാണ് എൻ്റെ. അപ്പോൾ എന്ന് പറയുമ്പോൾ 75 വർഷം മുമ്പുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ വീട് ഇത് ഓടിട്ട വീടായിരുന്നു അന്ന്, ഇപ്പോഴല്ല അന്ന് പട്ടുവിടായിരുന്നു. ഞങ്ങൾക്കന്ന് പിന്നെ അവിടെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, നമ്മുടെ വീടുകൾ ഒരിടത്തുമില്ല. അന്ന് അവിടെയെല്ലാം ഓലയിട്ട വീടും ഓടിട്ട വീടുമൊക്കെയാണ്. അങ്ങനെ ഈ ടെറസ് വീടൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇല്ല. അപ്പോൾ ഈ വിളക്കത്തിൻ്റെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിരുന്നാണ് ഞങ്ങളെല്ലാം പഠിച്ചത്. അന്ന് യാത്രാ സൗകര്യം ഒന്നുമില്ല. ഞങ്ങൾ പഠിക്കാനായിട്ട് 4 കിലോമീറ്റർ നടക്കുമായിരുന്നു. പള്ളിയിൽ പോകുന്നതിന് 3 കിലോമീറ്റർ നടക്കണം. പിന്നെ അതുപോലെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ഫോണെന്ന് പറയുന്നത് സംഗതി ഇല്ല. അപ്പോൾ അതാണ് ആ രൂപത്തിലാണ് നമ്മൾ ഇങ്ങനെ വളർന്നു വന്നത്. ഇപ്പം യാത്രാ ബസ്സൊന്നും ഇല്ല, അല്ല ആ ഒരു രൂപത്തിലാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു അടിസ്ഥാനമായിട്ട് തീർച്ചയായിട്ടും കാണുക. ഒന്ന് പിന്നെ ഒത്തിരി മക്കൾ, അപ്പോൾ ഉള്ളതും ഉള്ളായ്മയും ഇല്ലായ്മയും ചേർത്ത് പിന്നെ നമ്മൾ ഇങ്ങനെ ഇതാണ് പിന്നെ ഈ ആറ്റിലൂടെ ഞാൻ കടന്നു വരുന്ന കല്ല് പോലെ താഴെ വരുമ്പോൾ അത് ഇതെല്ലാം പവിഴം പോലെ കിടക്കും. അതോടെ ഇതിൽ കൂടെ ചാടി വരുമ്പോഴേക്കും അതിൻ്റെ കൂർത്തമുർത്ത ഭാഗങ്ങളെല്ലാം പോയി അത് മിനുസമുള്ളതായിട്ട് തീരുന്നു. അതുപോലെ നമ്മുടെ സ്വഭാവം രൂപീകരിക്കാൻ ഈ കുടുംബത്തിൽ ഒത്തിരി മക്കളുള്ളത് ഒത്തിരി സഹായിച്ചിരുന്നു. അതിലൂടെ വന്ന ഒരു ത്യാഗോജ്ജലമായ ജീവിതം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകത തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അതിൽ എന്തും ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനുള്ള കെൽപ്പിൻ ശക്തിയുമെല്ലാം അന്നത്തെ ആൾക്കാർ കൂടുതലാണ്. പിന്നെ അത് കാലമങ്ങ് മാറി ഇന്ന് വരുമ്പോഴേക്കും അതെല്ലാം വ്യത്യാസമായിട്ട് നിൽക്കുന്നത്. ഇന്ന് ഒരു സ്കൂളിലേക്ക് പോകുന്ന ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും നമ്മൾ വീട്ടിനടുത്ത് നിർത്ത് ബസ്സിലേക്ക് അങ്ങ് ഇടുന്നു, അവിടെ ചെന്ന് സ്കൂളിനടുത്ത് ചെല്ലുമ്പോൾ അടുത്ത് താഴെ ഇടുന്നു, തിരിച്ച് അതുപോലെ എടുത്തിടുന്നു, വീട്ടിൽ കൊണ്ടിടുന്നു. നടക്കാനോ ഇത് ഒരു ജീവിതത്തിൻ്റെ പച്ചയായ മുഖങ്ങൾ അഭിമുഖീകരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു ജനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വരും തലമുറ മാറിക്കഴിഞ്ഞു. ഒന്നത്. 2 മക്കൾ, ഒന്നല്ലെങ്കിൽ 2, അതിലപ്പുറം ഇല്ല. അത് തന്നെ ഭയങ്കര ദോഷം. അതിനെപ്പറ്റി എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇത് ഒരു വേദിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ മാനസിക പിരിമുറുക്കവും മാനസിക ടെൻഷനും സംസാരിക്കാതെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഒത്തിരി 3 വയസ്സായവർ പോലും അപ്പനായിട്ട് സംസാരിക്കാതിരിക്കുന്ന, കാരണം അവർ ജോലിക്ക് പോകുന്നു, ഇത് ഒറ്റയ്ക്ക് കഴിയുന്ന, അത് വല്ലാത്തൊരു ടെൻഷനിലേക്ക് വരും. അതോടൊപ്പം വളർന്നു വരുന്ന ഈ സമൂഹം എന്ന് പറയുമ്പോൾ, കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ചൊല്ലുണ്ട്, ചൈൽഡ് ടെമ്പറൽ സിൻഡ്രോം. ചൈൽഡ് ടെമ്പറൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുട്ടി വീട്ടിൽ രാജാവും. കുട്ടി വീട്ടിൽ രാജാവ് വീട്ടിൽ മാത്രമല്ല എല്ലായിടത്തും കുട്ടി രാജാവാണ്. അതായത് മക്കൾ പറയുന്നത് കേട്ട് അപ്പന്മാർ ചെയ്ത്, കാരണം 1, 2 ഉള്ളൂ. അപ്പോൾ ഒരു 2 വയസ്സായ കുട്ടി പറയുകയാണ് എനിക്ക് ഈ ഡ്രസ്സ് വേണം, അത് വാങ്ങിച്ചു കൊടുക്കും. പണ്ടൊക്കെ ഞങ്ങളുടെ സമയത്താണെങ്കിൽ വേണമെങ്കിൽ എടുത്തിട്ട് പോടാന്ന് പറയും. ഇത്രേ ഉള്ളൂ. ആഹാരം ഇന്നത്തെ കുട്ടി പറയാൻ എനിക്ക് ഇന്നത് വേണം, മാതാക്കൾ ഓടി ഒന്നുമില്ലെങ്കിൽ മേടിച്ചു കൊടുക്കും. ഞങ്ങളുടെ സമയത്താണെങ്കിൽ ആഹാരം കഴിക്കുന്നത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാന്ന് പറയും. ഇത്രേ ഉള്ളൂ. പേരൻസ് അതേ പറയുള്ളൂ. എൻ്റെ അപ്പൻ പറയുന്ന അതാണ്, വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഇത് തന്നെയാണ്, അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ കാലം അങ്ങ് മാറിയപ്പോൾ എല്ലാം അങ്ങ് മാറി. നമ്മൾ സാവകാശം വന്നപ്പോഴേക്കും ലാൻഡ് ഫോൺ വരുന്നു. പിന്നെ ക്രമേണ ഞാൻ വൈദികനായി 8 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ലാൻഡ് ഫോൺ എൻ്റെ ഇടവിൽ, പിന്നെ 75 അച്ഛനായി ഞാൻ 82 പാലിയോട് വന്നപ്പോൾ ഞാൻ തന്നെ പിന്നെ ഓർഡർ ചെയ്ത് വന്ന ഒരു ഫോണാണ് ലാൻഡ് ഫോൺ. പിന്നീട് മൊബൈൽ വന്നു. അതിന് ഇന്നൊക്കെ ആണെങ്കിലോ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരുപയോഗമാണ്. പറഞ്ഞാൽ അത് മാതാപിതാക്കൾ ചെയ്യുന്ന ഒന്നാണ്, വേറെ ഒന്നുമില്ല. ഞാൻ കാണുന്നതാണ്. 2 വയസ്സായ കുട്ടിക്ക് അപ്പനും അമ്മയ്ക്കും ഒന്നൊരു TV കാണാൻ, അല്ലെങ്കിൽ മൊബൈൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യാനായിട്ട് ഇവർ നേരെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് പടം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആഹാരം മുമ്പിൽ വെച്ച് കൊടുക്കും, അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതങ്ങ് ഒരു അകൽച്ചയാണ്, കുടുംബത്തിൽ നിന്ന് അകലുകയാണ്. അന്ന് പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ആഹാരം ഇല്ല, അതാണ്.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തിരുന്ന് ഉറങ്ങുകയാണെങ്കിൽ നേരെ ചെന്ന് പുളിങ്കൊമ്പ് അതുകൊണ്ട് അവിടെ ഇരുത്തി അടിക്കും. അതാണ് അന്നത്തെ. ഇന്നാണ് ഇത് കുട്ടികൾ തൊടാൻ പറ്റുമോ? തൊട്ടാൽ പിന്നെ ചൈൽഡ് വേറെ കേസാണ്, അതിലേക്ക് പോകുന്നത്. ആ ഒരു ലെവലിലേക്ക് പിന്നെ അവർക്കൊരു രൂപീകരണം നൽകുന്ന ഒരുപാട് വ്യത്യാസം വന്നിരിക്കുകയാണ്. കുട്ടികൾ പറയുന്ന കേട്ട് മാതാക്കൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പല കള്ളത്തരങ്ങൾ മുഴുവൻ പറയുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. ഒന്ന് അത്. രണ്ടാമത് ലോകം ഒരുപാട് വളർന്നിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞാൻ കാണുന്ന എപ്പോഴും എല്ലാത്തിനും. അത് ദൈവം മനുഷ്യരിലൂടെ പ്രവർത്തിച്ചാണ് എല്ലാ സംവിധാനം വന്നിരിക്കുന്നത്. ഇന്നത്തെ ഇതെല്ലാം വന്നിരിക്കുന്നത് ദൈവ മനുഷ്യരുടെ പ്രവർത്തിച്ച ഒന്നിനാണ്, യാതൊരു സംശയമില്ല. ആ ഒരു ആധുനികത നമ്മളെ വല്ലാതെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. മൂന്നാമത് നമ്മുടെ മീഡിയ ശരിക്ക് പിന്നെ നമ്മുടെ ഈ അർത്ഥവത്ത ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലനിൽക്കേണ്ട ഒന്നാണ്, പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കേണ്ട ഒന്നാണ് മീഡിയ എന്ന് പറയുന്നത്. മീഡിയ കൊടുക്കുന്ന എല്ലാം വളരെ നെഗറ്റീവ് ഇതൊക്കെയാണ് പല മീഡിയയും കൊടുക്കുന്നത്. അത് പലരും വേറെ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൂടെ മീഡിയയുടെ ഒരു ശരിയായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എനിക്ക് പല മീഡിയയും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ചിലതൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, കുറച്ചൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മൾ മീഡിയ നമ്മളെപ്പോഴും ജനങ്ങളെ അതോടൊപ്പം ഇത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഗവൺമെൻറ് ശരിക്ക് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഇത് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടിയല്ല പലപ്പോഴും വന്നിരിക്കുന്നത്. അതല്ല. ഇന്ത്യയിലായിരുന്നാലും കേരളത്തിൽ അത് തന്നെയാണ്. 142 കോടി ജനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും താഴെ കിടക്കുന്നവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി അവരെ മുകളിലേക്ക് കൊണ്ടുവരിക, മുഖ്യധാരയെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം ഗവൺമെൻറ് ലക്ഷ്യം. അവർക്ക് വേണ്ടിയല്ല. പക്ഷേ ഇന്നത്തെ മുഴുവൻ കോർപ്പറേറ്റുകളെ രക്ഷിക്കുന്ന നിലപാടുകളാണ് ഇന്നെല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നത്. അത് മീഡിയ അതിൻ്റെ ഭാഗമായിട്ട്, കാരണം പരസ്യങ്ങളെല്ലാം കിട്ടുന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. അപ്പം മീഡിയ ശരി യഥാർത്ഥ മുഖം, സത്യസന്ധമായ ഒരു മുഖം കാണിച്ചു കൊടുക്കേണ്ട ഒന്നായിട്ട് മീഡിയ നിൽക്കണം. അത് ജനങ്ങൾ തന്നെയാണ്. ഏത് മതത്തിലായിരുന്നാലും ഏത് വിശ്വാസത്തിലായിരുന്നാലും അതിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്ന ജനത്തിനെ കോർത്തിണക്കുന്ന ഒന്നായിട്ട് അതിൻ്റെ ഒരു സമുന്നത സാന്നിധ്യമായിട്ട് മീഡിയ മാറണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അത് സബലീകരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ സബലീകരിക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതെ അച്ഛൻ, നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഒരവസ്ഥയിൽ നമ്മുടെ പലരുടെയും, അതായത് ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല അക്രൈസ്തവരുടെ ഇടയിലും ഉള്ള ഗുരുക്കന്മാരുടെ ഇടയിലുള്ള ഒരു വലിയ ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഒരു വലിയ കാര്യമാണ് നമ്മുടെ യുവജനങ്ങളിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ മൂല്യങ്ങൾ നമ്മുടെ യുവജനങ്ങൾ എവിടെ നിന്നാണ് ആർജിച്ചെടുക്കേണ്ടത്? വളരെ നല്ലൊരു മനോഹരമായ ചോദ്യമാണ് ഇത്. പക്ഷേ ഇതിന് വ്യാപകമായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് മൂല്യശോഷണം എല്ലാ തലങ്ങളിലും, കുടുംബത്തിൽ, അതോടൊപ്പം സമൂഹത്തിൽ, സഭയിൽ കുറച്ചൊക്കെ ഉണ്ട്. ഏത് ഇതായിരുന്നാലും അത് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല, എല്ലാത്തിലും ഉണ്ട്. രാഷ്ട്രീയത്തിലും അതിൻ്റെ അങ്ങേയറ്റത്തിൽ ഇന്ന് മൂല്യശോഷണം നിൽക്കുകയാണ്. ഇത് വല്ലാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. ഇന്ന് അതോടൊപ്പം ഈ എല്ലാറ്റുപരിയായിട്ട് വില കൊടുക്കേണ്ട മനുഷ്യനാണ്. മനുഷ്യന് ഒരു വിലയുമില്ല. ഇന്ന് മൃഗങ്ങൾക്ക്, പട്ടികൾക്ക്, പശുവിനും എല്ലാം ഇന്ന് വിലയുണ്ട്. പശുവിനെ പിന്നെ എന്തെങ്കിലും തൊടുകയാണെങ്കിൽ പിന്നെ അവനെ കൊന്നിരിക്കും. ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. ഇവിടെ കേരളം രക്ഷപ്പെട്ടു പോകുന്നു, അത്രേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ മനുഷ്യന് വിലയില്ലാത്ത ഒരവസ്ഥ, മൂല്യം എന്ന് പറഞ്ഞാൽ ഒന്നില്ലാത്തൊരു അവസ്ഥ. അതോടൊപ്പം മറ്റെല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഈ മയക്കുമരുന്നുള്ളതിൻ്റെയൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാനിതിനെ കാണുന്നത് ഈ രീതിയിലാണ്. അതായത് ഇന്ത്യയിൽ കേരളമാണ് എല്ലാ അർത്ഥത്തിലും, പിന്നെ വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, വലിയൊരളവിൽ വിശ്വാസത്തിൽ എല്ലാം പിന്നെ നിറഞ്ഞു നിൽക്കുന്ന കേരളമാണ്. അപ്പോൾ ഇത് ഒരു മൂല്യബോധമുള്ളൊരു ജനസമൂഹം ഉണ്ടാകണമെങ്കിൽ ഏത് മതമായിരുന്നാലും വിശ്വാസം അതിൽ ആഴപ്പെട്ടതായിരിക്കണം. ബൈബിൾ പറയും പോലെ ആറ്റത്ത് നിൽക്കുന്ന വലിയ മരം, അതിൻ്റെ വേര് ആഴത്തിലിറങ്ങി നിൽക്കുന്നുണ്ട്, അതിങ്ങനെ പടർന്ന് പന്തരിച്ച് നിൽക്കണമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതുപോലെ ഇത് വിശ്വാസം ഏത് മതത്തിലായിരുന്നാലും വിശ്വാസം, പിന്നെ അത് വിശ്വാസം ഉണ്ടായിരിക്കണം. അത് പിന്നെ കുടുംബത്തിന് തന്നെയാണ് ലഭിക്കേണ്ടത്. ഒന്ന് കുടുംബത്തിൽ നിന്നാണ് കിട്ടേണ്ടത്, കുടുംബത്തിലാണ്. ഈ വിദ്യാഭ്യാസം കിട്ടേണ്ടത് കുടുംബത്തിന് തന്നെയാണ്, വേറെ ഒരിടത്തും കിട്ടാൻ പിന്നീട് അതിൻ്റെ ഒരു രൂപീകരണമാണ് മുകളിലോട്ട് പോകുന്നത്. വിശ്വാസത്തിന് നമ്മളിപ്പോൾ മക്കളെ പിന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതല്ല, ഒരുമിച്ചിരുന്ന്
പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം വന്നാൽ മാത്രമേ അതിലൂടെ അതിൽ നിന്ന് ആ മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മകൾക്ക് വിശ്വാസം വരുള്ളൂ. അതിൻ്റെ ഒരു രൂപീകരണം മാത്രമേ അത് ദേവാലയങ്ങളിൽ മതബോധന ക്ലാസ്സിലൂടെയും മറ്റേതിലൂടെയും കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് ഹിന്ദു വിശ്വാസത്തിലായിരുന്നാൽ അത് തന്നെയാണ്, ഇസ്ലാം മതത്തിലായിരുന്നാലും അത് തന്നെയാണ്, വേറെ ജൈന മതം ബുദ്ധമതം ഏതിലായിരുന്നാലും അത് തന്നെയാണ്. ഇന്ത്യയിൽ 11 മതങ്ങളാണ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്, അതെല്ലാം ഐക്യരാഷ്ട്രസഭ. അപ്പോൾ അതിൽ പിന്നെ വരുമ്പോഴെല്ലാം ഇതാണ് അതിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിലൂടെ വരുന്ന ഒരു മൂല്യബോധം നൽകുന്ന ഒരു കുടുംബത്തിൽ തന്നെയാണ്. അതൊന്ന് ആ മൂല്യബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ഈ ഒരു വിശ്വാസം കറക്റ്റായിട്ട് ഇല്ലാത്തവരായിട്ട് മാറുന്നു. അതോടൊപ്പം അത് മക്കൾക്ക് നൽകാനായിട്ട് അവർ പ്രാപ്തരല്ലാത്തതായിട്ട് മാറുന്നു, അതവർക്ക് നൽകാൻ സാധിക്കാനായിട്ട് മാറുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെയും അതിന് തുടങ്ങേണ്ടതെല്ലാം കുടുംബത്തിൽ തന്നെയാണ്. അതിൻ്റെ ഒരു വലിയൊരു രൂപീകരണമാണ് പള്ളികളിലും മതബോധന ക്ലാസ്സിലും അതോടെ സ്കൂളിലും എല്ലാം നൽകുക. അവിടെയാണ് അതിലൂടെയാണ് വളർന്നിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് എന്തുമാകാമെന്നുള്ള ചിന്ത ഇന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് കേരളം ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ, ഒത്തിരിയേറെ വാർത്തകൾ. അതിന് അപ്പൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അപ്പനെ കൊല്ലുന്നു, അപ്പനും ചേർന്ന് മക്കളെ കൊല്ലുന്നു, മക്കൾ ചേർന്ന് അപ്പനും നിസ്സാര കാര്യത്തിൽ സ്വർണം കുടിക്കാൻ ഇതിനു വേണ്ടി പിന്നെ അമ്മയെ കൊല്ലുന്നതൊക്കെ, ചുട്ടുകൊന്ന് കല്ലെടുത്ത് വെച്ച കേസുകളൊക്കെ ഉദാഹരണങ്ങൾ വളരെ ഭാഗം മുതൽ അങ്ങോട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് ഒരു ഇതും കൊടുക്കാത്ത, മൂല്യം കൊടുക്കാത്ത, ആദരവ് കൊടുക്കാത്ത, ബഹുമാനം കൊടുക്കാത്ത, പിന്നെ അവർക്ക് നൽകേണ്ട പിന്നെ ഒരു സമീപനം ഒന്നും നൽകാത്ത ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഈ കേരള ജനതയെ, കാരണം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും സംസ്കാരത്തിലും കുറച്ചുകൂടെയൊക്കെ മറ്റൊരു ഉയർന്നു നിൽക്കുന്ന കേരളമാണ്. നമ്മളെ തകർക്കാൻ വേണ്ടി വലിയൊരു ലോബി പ്രവർത്തിക്കുന്നെന്ന് എൻ്റെ മനസ്സ് പറയുകയാണ്. കാരണം മയക്കുമരുന്നുകളെല്ലാം ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ അങ്ങേയറ്റം വരെ കൊടുക്കുകയാണ്. ലോബിയിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും ഇനി കേരളത്തിൽ ഒഴുകുകയാണ്. ഇവിടെ ലോബികൾ ശരിക്കും കളിക്കുകയാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു തലമുറയെ തകർക്കുക എന്നുള്ളതാണ്. എല്ലാ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, യുവതിവാക്കൾ, മുതിർന്നവർ, അതിലുണ്ടാക്കുന്ന ദോഷമെന്ന് നമുക്കറിയാം. ഇന്ന് ആശുപത്രിയിൽ ചെന്നാൽ രോഗത്തിന് കാരണം പലതും ഇത് തന്നെയാണ്, മയക്കുമരുന്നും ഈ പിന്നെ ഇതുപോലുള്ള മറ്റ് ഇത് തന്നെയാണ്. അതോടൊപ്പം ആക്സിഡൻസ് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. കൊലപാതകങ്ങളുടെ പുറകിലും മെയിനായിട്ട് ഇത് തന്നെയാണ്. ആത്മഹത്യയുടെ പുറകിലും പ്രധാനമായിട്ട് ഇത് തന്നെയാണ്. കടങ്ങളെല്ലാം വന്ന് ഇങ്ങനെ പിന്നെ എല്ലാം മുങ്ങിക്കിടക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. നോക്കണ എല്ലാ അർത്ഥത്തിലും നമ്മൾ താഴോട്ട് നമ്മുടെ ഒരു സംസ്കാരം, ഒരു മൂല്യ ശോഷണത്തിന് കാരണം നമ്മുടെ രൂപീകരണം തന്നെയാണ്. പക്ഷെ അത് കുടുംബത്തിൽ നിന്നാണ് വരേണ്ടത്, യാതൊരു സംശയമില്ല അതിന്. അപ്പോൾ അതുപോലെ മുകളിലോട്ട് ഇന്നത്തെ ഈ എല്ലാ തലത്തിലും ഈ അധ്യാപകരും മറ്റുള്ള എല്ലാം തന്നെ ഈ മൂല്യ ശോഷണത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഒരു മൂല്യമുള്ളതൊന്ന് പിന്നെ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അവർക്ക്.